നമ്മുടെ ചോദ്യം തുടരുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ, നല്ലൊരു ഇരുത്തം വന്ന ചേട്ടൻ വരുന്നുണ്ട്. പഴയ ഗുണ്ടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ട്. ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ എന്താണ് പേര്? എൻ്റെ പേര് രാഘവൻ. അപ്പോൾ ഞങ്ങളൊരു ചോദ്യം ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ അതിന് മറുപടി പറയണം. ഇപ്പം ചേട്ടനോടുള്ള ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? മറുപടി പറയൂ. ആലോചിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? പറയൂ. ഒരു 2-3 ബീറടിച്ചിട്ട് മൂത്രമൊഴിക്കാണ്ട് നിന്നിട്ട് അവസാനം മുട്ടി നിന്നിട്ടാകുമ്പോൾ ഒരു മൂത്രമൊഴിക്കുമ്പോൾ ഒരു സുഖം. വളരെ നല്ല ഉത്തരമാണ് ചേട്ടൻ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഉത്തരമാണ് പറഞ്ഞത്. വൈറലാക്കണ്ടേ ബാബा? ഇവിടെ ഒരാളിരിപ്പുണ്ട്. ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒരാൾ കുന്തക്കാലിലിരിപ്പുണ്ട്. ചേട്ടാ നമസ്കാരം. ഇങ്ങനെ ഇരുന്ന ശരീരം തെറ്റിദ്ധരിക്കൂലേ? എഴുന്നേറ്റേക്ക്. നമസ്കാരം. എന്താണ് പേരെന്താണ്? എന്റെ പേര് കോയ. ഞങ്ങള് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. അപ്പൊ അതിനോട് സഹകരിക്കണം. ഇപ്പൊ ഒരുപാട് പേര് രസകരമായ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായം വരെ ജീവിച്ച കോയക്കാക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് ഉത്തരം പറയേണ്ടത്. ആലോചിച്ച് പറഞ്ഞോളൂ. ഞാൻ പള്ളിയിലേക്ക് വാങ്ങിക്കാണ്. പള്ളിയിലോട്ട് പോയിക്കോ. നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ പ്രായം വരെ ജീവിച്ചല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സുഖങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടിയത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് പറയേണ്ടത്. പറയൂ. അത് നിങ്ങളെ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ? ഓരോരുത്തൊക്കെ പോയി ചോദിക്കാം. അല്ലാണ്ട് എന്നോടല്ല ചോദിക്കാം. കോയൊക്കെ പറയും. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കോയൊക്കെ ഇപ്പൊ പറയും. നമ്മുടെ ആൻസർ ഇക്ക് ചെറുപ്പത്തില് ഇക്ക് വട്ടച്ചൊറി ഉണ്ടായിരുന്നു. വട്ടച്ചൊറി കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ വയറിന്റെ മുകളിൽ വയർപ്പുള്ളോർത്തൊക്കെ ഇങ്ങനെ ചൊറിയും. അപ്പൊ ചൊറിയുടെ ചുറ്റും ഇങ്ങനെ മാന്ത. അതൊക്കെ നല്ല സുഖമുള്ള ഒരു കാര്യം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അതല്ല. ഉദ്ദേശിക്ക് പറയാൻ പറ്റുമോ? മാന്യമര്യാദയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഈ ഉദ്ദേശിച്ച അതൊക്കെ മനസ്സിലായി. അത് പറയൂ. അറിയാം. പിന്നെ നമുക്ക് ചെവി കടിക്കുമല്ലോ. ചെവി കടിക്കുമ്പോ ഒരു കോഴിത്തൂവൻ എടുക്കുക. എന്നിട്ട് ആ ചെവി കടിക്കുമ്പോ അങ്ങനെ ആക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം. അതല്ലാതെ പിടുത്തം തരുന്നില്ല. നമുക്ക് വേറൊരാൾ വരുന്നുണ്ട്. നമുക്കത് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഞങ്ങൾ ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ ചേട്ടൻ അതിനൊരു ഉത്തരം പറയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അത് തന്നെ പറയൂ. ഉത്തരം പറയൂ. ശരിയല്ലല്ലോ. ഇതൊന്ന് വയസ്സായ ഒരാളുടെ അടുത്ത് ജാതി വർത്താനം ചോദിക്കാൻ പാടുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞില്ലേ മാന്യായിട്ട് 2 കാര്യം. നിങ്ങളോട് ഈ ആദ്യം മറുപടി പറഞ്ഞിട്ട് വസലാവേണ്ട കാര്യമല്ല. ഇതിപ്പോ ഇക്കടെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ഇയാളോടെ ചോദിക്കണം. ചോദിച്ചത് ശരിയല്ല. അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ. അല്ല, ഇക്കടെ മറുപടി ഒക്കെ പറഞ്ഞല്ല. ഈ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുള്ളിയുടെ ചാൻസ് ആണിത്. പുള്ളി ഉത്തരം പറയട്ടെ. അയ്യോ, പേരെന്താണ്? നിസാർ പറയണ്ട. ഓനിക്ക് എന്താ പറയണ്ടേ? നമസ്കാരം. ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താണ് പേര്? എന്റെ പേര് റസാഖ്. ഇതൊന്ന് ചോദിക്കട്ടെ. എന്റെ ചോദിച്ചതിന്റെ കാര്യം പറയണോ? അതെ, ഇതിപ്പോ അതൊന്നും അറിയണ്ട. ഈ വയസ്സാം കാലത്ത് ഇവിടെ വെക്കുമ്പോ ഇന്നോട് ഈ ചോദ്യം ചോദിച്ചോട് ചോദിച്ചില്ല ഏറ്റവും കൂടുതൽ സുഖം കിട്ടണ എപ്പോഴാന്ന് പറഞ്ഞു. അല്ല അത് 2 പറഞ്ഞിട്ട് ഈ സമ്മതിച്ചില്ല. അതെന്തുകൊണ്ട്? എന്റെ ചോദ്യം എന്തുകൊണ്ട് തൃപ്തിയായില്ല? അതെ, ഞങ്ങള് വർക്ക് ചെയ്തോട്ടെ. വർക്കല്ലടാ നായി. വയസ്സാം കാലത്ത് ഇവിടെ പള്ളിക്കൽക്ക് പോവാൻ നിക്കണ എന്നെ വന്നിട്ട് ഈ സുഖവിവരം അന്വേഷിക്കാൻ വന്ന ചെയ്തോട്ടെ. ഈ റോട്ടിൽ കൂടെ പോണ മാന്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട്
അതെ. എന്താ ഉദ്ദേശിച്ചത്? ഇതേ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു അരി മേടിക്കണ ഒരു ഇത് വെച്ചോ ഇത് വെച്ചോ ഇതൊന്നും ചെയ്തോട്ടെ ഉപദ്രവിക്കില്ല ചെയ്തോട്ടെ. അതെ ഓക്കെ ഓക്കെ പോട്ടെ. ആ വേറൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താ പേര്? സ്വപ്ന ചേച്ചിയോടാണ് നമ്മുടെ ചോദ്യം. ചേച്ചി അധികം വളച്ചുകെട്ടില്ലാതെ ചോദ്യം ചോദിക്കാം. നമ്മൾ പുരുഷന്മാരെ കാണുമ്പോൾ ചേച്ചി ആദ്യം നോക്കുന്ന സ്ഥലം ഏതായിരിക്കും? നമ്മൾ പുരുഷന്മാരെ കാണുമ്പോൾ ചേച്ചി ആദ്യം നോക്കുന്നത് ഏത് സ്ഥലത്തിട്ടായിരിക്കും? എൻ്റെ പേര് പാരി. ലൈവാണ്. ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത്? അയ്യോ എന്താ ഈ നസ്രിയ എന്തൊക്കെയാ പറയുന്നത്? കുളിച്ചിട്ടോ? ആവോ ആ ശീതളാ. ഓ അത് കണ്ട് നല്ല തന്നെ മാഷ ഇരിക്കും നിങ്ങള്. എന്തെന്നാ പറയാ, നമ്മളിപ്പോ എത്ര നന്നായിട്ട് നോക്കിയിട്ടും വളർത്തിയിട്ടും കാര്യമില്ലേ. കുരുത്തം കേട്ടാണെങ്കിൽ ഒരെണ്ണം മതിയല്ലോ കുടുംബം നശിപ്പിക്കാനേ. എന്ത് പറ്റി? അപ്പൊ നിങ്ങൾ പഠിപ്പിച്ച ഒറ്റ കഴിവും ബുദ്ധിയും വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിംഗ് ഞാൻ നടത്തി പോണത്. എനിക്ക് വില കുറവുണ്ടോ? സ്വന്തം കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു മാസിനെ കിട്ടിയിട്ട് നേരെ ചൊവ്വ വളരാൻ പറ്റില്ലെങ്കിൽ കള്ളം നായിന് എന്താ വേണ്ടത്? അല്ല എന്താ ഈ പറയണ, എനിക്ക് മനസ്സിലാവണില്ല ശീതള. എന്താ നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നസൂലം പിടിച്ചോ ചെയ്ത് വെച്ചിരിക്കണം നോക്ക് നിങ്ങള്. നിങ്ങളുടെ മകനാണ് അത് കണ്ടു നോക്കി. ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെയായിരിക്കും ആദ്യം നോക്കുന്നത്? ഇതാണ് ചോദ്യങ്ങൾ. എന്തിനു കൊള്ളും? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടൊരു കൂസലും ഇല്ലല്ലോ. അത് സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കാണ്, അറിയാതെ ചോദിക്കാണ് ഞാൻ. ഇപ്പൊ പാരിജാതം എന്നുള്ള പൂ തന്നെ എനിക്ക് വെറുപ്പാണ് എന്റെ പേര് കേൾക്കുമ്പോ. കളനായ വീടിനും നാടിനൊന്നും കുറച്ചാത്ത രീതിയിലാക്കി തീർത്തിരിക്കുകയാണ്. ഇപ്പൊ ചൂടും പിടിച്ചിട്ടേ തുള്ളിച്ചാടി പോയിട്ട് കാര്യമില്ല. അല്ല ഞാനൊക്കെടാ ചെറുപ്പത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത ചന്തി അടിച്ചു പൊളിക്കുന്ന ആളാണത്. എന്താ സ്വന്തം മകനെ വളർത്താൻ പറ്റാതെ? ഞാൻ അതല്ലേ ചോദിക്കുന്നത്. ഇനി അഥവാ പുള്ളിയെ എഴുതി കൊടുത്താണോ സ്ക്രിപ്റ്റ്? അങ്ങനെയാവും. എന്താണ്ടാ നായ നീ പറഞ്ഞു? ഒരു മാഷ് ഈ ജാതി എഴുതുകയാണ്, ഞാൻ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞാണ്, നീ അതിന്റെ ചോട് പിടിക്കാണ്. അങ്ങനെ നല്ല മനുഷ്യനാണത്. ഇതേപോലെ പറഞ്ഞ ഉണ്ടായാൽ മതിയല്ലോ കുടുംബം മുടിപ്പിക്കാനായിട്ട്. അതാണ് ഇപ്പൊ ഉണ്ടായത്. അല്ലാണ്ട് മാഷിനൊരു കുഴപ്പമില്ല. നല്ലപോലെ വളർത്തി ഉണ്ടാക്കിയൊക്കെയാണ്. തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം? ബുദ്ധി തിരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് നായ നിർത്ത്. 4 ആള് കേറി വരുന്ന സൂപ്പർ മാർക്കറ്റാണത്. അത് ഓഫ് ചെയ്ത് വെക്കും. തുടങ്ങല്ലേ? ഹലോ ഗൈസ്, എല്ലാ വ്യൂവേഴ്സിനും ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം സുന്ദരികളായ സ്ത്രീകളെ എങ്ങനെ വശീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള 10 മാർഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അവൻ വീഡിയോ എടുക്കണം. അവന്റെ വീഡിയോ എടുക്കണം. ഇന്നത്തോടു കൂടി ഞാൻ നിർത്തും. എന്തുണ്ടായേ? ഏകദേശം 1 മിനിറ്റോളം നമ്മുടെ കണ്ണിൽ നോക്കിയിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം അവർ നമ്മളിൽ വഴങ്ങിക്കഴിഞ്ഞെന്ന്. ആ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ 2 കൈയും ഉയർത്തി വലത്തെ കൈയെടുത്ത് പെൺകുട്ടിയുടെ ഇടത്തെ തോളിൽ പതുക്കെ സ്പർശിക്കുക. ഞാൻ അങ്ങോട്ട് വരായിരുന്നാണ്. അളിയാ, നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയ അളിയാ.
എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയി അനി എങ്ങനെ പുറത്തിറങ്ങി നടക്കുക? കുടുംബത്തിന് മാനം പോകാതെ അങ്ങനെ ഇരിക്കും. അളിയാണ് ഒരു കാരണക്കാരൻ. ഞാനെന്ത് ചെയ്ത്? വേറെ ആരും ചെയ്തില്ല. പ്യാരിയാതനാണ് ഇതിനൊക്കെ കാരണം. പ്യാരിയാ? ആ അവന്റെ ചാനലിൽ വൃത്തികെട്ട ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് എന്റെ മോളെ കെട്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ അടിക്കാൻ. അത് കേട്ട വഴിക്ക് അവൻ ഈ നാളെ കെട്ട കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞ് ബന്ധം ഒഴിവായി അളിയാ. എന്റെ മോളുടെ ജീവിതം പോയി അളിയാ. അപ്പൊ അതും സംഭവിച്ചു. ഇതിനൊക്കെ കാരണക്കാരൻ അളിയൻ മാത്രമാണ്. ഞാനല്ല, അളിയന്റെ മോനാണ്. അളിയൻ മാത്രമാണ്. അളിയൻ പറഞ്ഞു കേട്ടോ ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അതിന് വൃത്തികെട്ട ഓരോ സാധനമാണോ കാണിക്കുക? വൃത്തികെട്ട പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ മനുഷ്യന്. അതിനെന്തെങ്കിലും ഒരു വഴി പറ. അവനെവിടെ? എവിടെയാണ് അവൻ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഷൂട്ടിംഗ് ഞാൻ എന്താണ് പരിപാടി? ഷൂട്ടിങ്. എന്ത് ഷൂട്ടിങ്? നിന്റെ ഷൂട്ടിങ് ഇപ്പൊ നിർത്തിക്കൊള്ളാം. എന്താണ് ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോ മനുഷ്യനെ തൊലി ഉരിഞ്ഞു പോവാണ്. നിന്റെ തോന്നിയാസക്കാരൻ എന്റെ മോളുടെ ജീവിതം തോന്നിയുടെ മഹാഭാവി. എടാ സോഷ്യൽ മീഡിയക്കകത്ത് വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം, ബുദ്ധി വേണം, അതിനുള്ള സാമർത്ഥ്യവും വേണം. നിനക്കതില്ല. ഇല്ലാത്ത ആളുകൾ ഈ വക തോന്നിയാസത്തിന് മെനക്കെടരുത്. നാണോ മാനില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി പുറപ്പെടുമ്പോ നിനക്ക് ജന്മം തന്ന തറവാടിനെ കുറിച്ചെങ്കിലും ഓർക്കണ്ടാ നീ. നിന്റെ യൂട്യൂബ് ചാനൽ തനി മാങ്ങ ഒക്കത്ത് കൊണ്ട് നോക്കണോട്. 5 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ള എല്ലാം നിർത്തിക്കോളണം. മര്യാദക്ക് ജോലി ചെയ്ത് ഇവിടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചോ, ഇല്ലെങ്കിൽ കടന്നു നോക്കോളൂ. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. ചേട്ടമ്മേ കുന്തം എന്താ ചെയ്യാൻ? അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? അമ്മ ഒരു കാര്യം ചെയ്യോ, അച്ഛനോടും മാമനോടും ഒന്നും കൂടി വന്ന് എന്നെ തല്ലിയിട്ട് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പറയോ? എന്തിന്? അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട 1 മില്യൺ വ്യൂവേഴ്സ് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.